എനിക്ക് പതിവായി വട്ടച്ചോറ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി രമണ റെക്കമെൻഡ് ചെയ്തത് കുന്തിരിക. കണ്ട പൊട്ടി പോലും തേക്കാതെ എൻ്റെ സ്കിൻ എത്രത്തോളം തിളങ്ങുന്നത്. അധികം കിടന്ന് പൊങ്ങാതൊരു ഞാനില്ലേ നിനക്ക് റെക്കമെൻഡ് ചെയ്തത്. എനിക്ക് ഈ കുന്തിരിക റെക്കമെൻഡ് ചെയ്തത് ഫ്യൂസ് ബൾബ് ശാന്ത. ഫ്യൂസ് ബൾബിൻ്റെ തന്തയടി. അപ്പോൾ ഇനി കുന്തിരിക ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ കുടുംബശ്രീയുള്ള ആൾക്കാർ ഓരോരുത്തരായിട്ടും കുന്തിരികയിലോട്ട് മാറാൻ തുടങ്ങി. നാടൻ വെളിച്ചെണ്ണ, സോഡ, നാരങ്ങത്തോട്, ഇഞ്ചി, ഉപ്പ്, മധുരം എന്നിവ ചേർത്ത് ഉണ്ടാക്കിയതാണ് കുന്തിരിക. ഓ എന്തൊരു മണം! ഓ ഒരാഴ്ച കുളിക്കാതിരുന്ന് കുളിച്ചപ്പോൾ എന്തൊരാശ്വാസം! ആഹാ കൊള്ളാമല്ലേ. ഇനി കുമ്മായത്തിൻ്റെ ആവശ്യമില്ല. ഈ പേട്ട് വണ്ടി കറക്റ്റ് സമയത്ത് വർക്ക് ചെയ്യത്തില്ലേ? ഇവളമാരെ വായിരിക്കുന്നേ കാണാമല്ലോ. കുടുംബശ്രീ വണ്ടിയെ എല്ലാവരും ഉണ്ടല്ലോ. ശാന്ത എങ്ങനെ ഇത്രയും ബ്രോട്ടി ആയത്? ശാന്ത തന്നെ ബ്രോട്ടി ആയിട്ടില്ല. എന്താ എൻ്റെ രഹസ്യം? പറഞ്ഞുതരാപ്പോൾ സൗകര്യമില്ല. തെക്കോട്ട് മാറിയെന്ന്. എല്ലാത്തിനും അഹങ്കാരമോ? കാണിച്ചു തരാം. കുറച്ച് മീൻകറി തരാമെന്ന് പറഞ്ഞു തരാമോ? ഇതാണ് ആ രഹസ്യം. കുന്തിരിക 2 ഇരട്ടി വെളിച്ചെണ്ണയും നാരങ്ങത്തോട്, ഇഞ്ചി, കസ്കസ്, സർബത്ത് കൂട്ടുകൾ ചേർത്തുണ്ടാക്കി കുന്തിരിക. തിളങ്ങോ കുമ്മായം ചേർക്കാതെ. ഈ വർഷത്തിൽ ഏറ്റവും വലിയ ദുരന്തത്തിനുള്ള അവാർഡ് ഗോസ് ടു ശാന്ത. ഉമ്മാൻ്റെയൊക്കെ തിളങ്ങോ കുന്തിരികയ്ക്കൊപ്പം. സോഡ കണ്ണാടി കുടിക്കാൻ ഇച്ചിരി വെള്ളമുണ്ടോ? ഓ എന്തൊരു ചൂട്! ഇത് കുടിച്ചോ, കിടിലൻ സാധനം. ഫോൺ നമ്പർ ഞാൻ വിട്ടുപോയല്ലോ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? എന്താ കുടിച്ചു നോക്കാം. ഞാൻ ദാ വരണേ. എന്നെ ആരോണ്ട് വിളിക്കുന്നല്ലോ. തുറക്കുമ്പോ തിരക്കല്ലേ. ഓ ഭാഗ്യം. ഞാൻ ദാ എത്തി. ഇതെന്ത് തുളുക്കയോ? നൂത്ത് വെച്ചേക്ക സേഫ്റ്റി. ഓ ചൂട് മാറി കിട്ടി. അയ്യോ ആരാളോ ദേഹത്ത് വെള്ളക്കോരി വെച്ചാൽ സോഡാ കുപ്പി കടക്കാരെ നിന്നെ ഞാൻ. എന്തായാലും കുഴപ്പമില്ല. കുടിച്ചിട്ട് ഒരാഴ്ച. ഇനിയിപ്പോൾ ഒന്നുകൂടി കൂടെ കുടിച്ചോ. ഇതേ കുടിക്കാൻ പോടിയേ. സോഡ കണ്ണാടി ഒരു 10 കുപ്പിയും കൂടി. ഇന്ന് ഇവിടെ വെള്ളപ്പൊക്കം ആക്കിയിട്ടുള്ള ബാക്കി കാര്യം.